ഈശ്വരലഹരി എന്നാൽ ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും ഒന്നായി കണ്ട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അതൊരു സംസ്കാരമാണ്, ജീവിത രീതിയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കേരളത്തിനാവശ്യം ഈശ്വരലഹരിയാണ് വേണ്ടത്. കാരണം രാസലഹരി ഉൾപ്പെടെ, മതലഹരി ഉൾപ്പെടെ, രാഷ്ട്രീയ ലഹരിയുടെ അതിപ്രസരവുമൊക്കെയായി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളം എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിശാബോധവും നിയന്ത്രണവും ഇല്ലാതെ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് അധികാരവും പണവും മാത്രമാണ് അവർക്ക് ലഹരി. നാടോ നാട്ടിലെ ജനങ്ങളോ നന്നാവണമെന്ന് അവർ ഉള്ളുകൊണ്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കണ്ടില്ലേ, അല്പസമയത്തെ ലഹരിക്ക് അടിമപ്പെട്ട് എന്തെല്ലാം ആക്രമണങ്ങളാണ്, കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് എന്ന്. ജന്മം തന്ന് വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ കൊല്ലുന്നത് ഇന്നൊരു സ്ഥിര സംഭവം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും രാസലഹരിയുടെ MDMAയുടെ അടിമകളാണ്. മെത്തലിൻ ഡയോക്സിൻ മെത്താഫിറ്റമിൻ എന്നതിൻ്റെ ചുരുക്കെഴുത്ത് പേരാണ് MDMA. ആധുനിക ലോക ജനതയെ മുച്ചൂടും മുടിക്കാൻ കഴിയുന്ന ഈ കാളകൂട വിഷത്തിന് വിവിധങ്ങളായ പേരുകളുണ്ട് ഉപഭോക്താക്കൾക്ക് ഇടയിൽ. അവയിൽ പ്രധാന പേരുകൾ ചിലത് ഇവയൊക്കെയാണ്: കല്ല്, ഗ്ലാസ്, ഐസ്, പൗഡർ, ഇങ്ങനെ പോകുന്നു ആ പേരുകളുടെ നിര. ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലും ഓരോ രൂപങ്ങളിലുമാണ് ഈ മാരകവിഷം കിട്ടുന്നത്. ചിലയിടത്ത് മൂക്കിൽ വലിക്കുന്ന പൊടിയായും, മറ്റു ചിലയിടത്ത് വായിലിട്ട് അലിക്കുന്ന ഐസായും, മറ്റൊരിടത്ത് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനായും, അങ്ങനെ പലവിധ രൂപങ്ങളിൽ ഇവ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷം. കുട്ടികളും സ്ത്രീകളുമൊക്കെ ഇത് കൂടുതലായി ഉപയോഗിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് മണമോ രുചിയോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വിജയം. MDMA ഉപയോഗിച്ചു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അറിയുകയില്ല എന്നുള്ളതാണ് സത്യം. കുറഞ്ഞ അളവിൽ പോലും നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഇത് സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും 5-6 മണിക്കൂർ വളരെ എനർജറ്റിക്കായി ഹാപ്പിനെസ് ഹോർമോണിൻ്റെ ഉന്മാദ ലഹരിയിൽ നമ്മൾ കഴിയുന്നു. ഇതിൻ്റെ ലഹരി വിട്ടുകഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അതേപോലെ തന്നെ തത്തുല്യമായ തളർച്ച അനുഭവപ്പെടുകയും ശരീരം ഒന്നിനും കൊള്ളാത്ത നിർജീവ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോഴാണ് വീണ്ടും ഇത് വേണമെന്ന് തോന്നുകയും ശരീരം ഈ മയക്കുമരുന്നിന് അടിമപ്പെടുകയും ചെയ്യുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ നിഷ്കരുണം കൊല്ലുകയും ചെയ്യുന്നത്. സ്ഥിരമായ ലഹരി ഉപയോഗം കൊണ്ട് ഉന്നത രക്തസമ്മർദ്ദത്താൽ ഹൃദയാഘാതവും, തലച്ചോറിൻ്റെ അമിത പ്രവർത്തനം മൂലം സ്ട്രോക്കും, മയക്കുമരുന്ന് ഉപയോഗത്താൽ കിഡ്നിയും തകരാറിലാകുന്നവർ, പഠിക്കുന്ന പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വരെ ഇത് കണ്ടുവരുന്നു. മുഴുഭ്രാന്തായി തീർന്ന് അഡിക്ഷൻ സെൻ്ററുകളിൽ അഭയം തേടുന്നവർ ഏറെയും ഉണ്ട്. ഒന്ന് നോക്കൂ, 5-6 മണിക്കൂറത്തെ താൽക്കാലിക ലഹരിക്ക് വേണ്ടിയാണ് ഇവിടെ സ്വന്തം ജീവിതം നശിപ്പിക്കുകയും മറ്റുള്ളവരെ നിഷ്കരണം കൊല്ലുകയും ചെയ്യുന്നത്. അവിടെയാണ് ഈശ്വരലഹരിയുടെ പ്രാധാന്യമെന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ നന്നാക്കിക്കൊണ്ട്, മറ്റുള്ളവരെ കൊല്ലാതെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലഹരി 6 മണിക്കൂറോ 6 ദിവസമോ 6 വർഷമോ അല്ല നേടിയാൽ നിലനിൽക്കുന്നത്. 6 ജന്മങ്ങളും കടന്ന് ജന്മജന്മാന്തരങ്ങളോളം ആ ഈശ്വരിക ലഹരി നിലനിൽക്കുകയും അവസാനം ഈശ്വര കൃപയാൽ ആ ഈശ്വരീയ ലഹരിയിൽ ലയിച്ച് ഒന്നായിത്തീരുകയുമാണ് ചെയ്യുന്നത്. അതിനാണ് സച്ചിദാനന്ദമെന്നും മോക്ഷമെന്നും പരമാനന്ദമെന്നുമൊക്കെ പറയുന്നത്. ഈശ്വരനും താനും രണ്ടല്ല ഒന്നായിത്തീരുന്ന ആ ആത്യന്തികമായ ലഹരിയല്ലേ നമ്മൾക്ക് വേണ്ടത്? താൽക്കാലികമായ ലഹരി നമ്മളെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്നതാണ്. അല്പസമയം മാത്രം നീണ്ടു നിൽക്കുന്ന ലഹരി കൊണ്ട് ആത്യന്തികമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ലല്ലോ.
ഇവിടെ നിരതിശയമായ ലഹരി എന്ന ആനന്ദം മാത്രമാണ് ഉള്ളത്. അത് ശർക്കര പോലെ, കൽക്കണ്ടം പോലെ, പഞ്ചസാര പോലെ അകവും പുറവും ഇല്ലാത്തതാണ്. മധുരാൽ മധുരതമമാണ് അത്. തേൻ നുകരുന്ന മധുരം. അത് എവിടെ പോയാലും, എന്തു ചെയ്താലും, എവിടെ ഇരുന്നാലും, എങ്ങോട്ട് നോക്കിയാലും അതുതന്നെ, ആ ആനന്ദലഹരി തന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ഈശ്വരലഹരി അറിഞ്ഞുള്ള ആളാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ അറിയുക. അനുഭവിക്കുന്ന ഒരാളിന് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. ഈശ്വരലഹരി അനുഭവിക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് വേണ്ടതൊക്കെയും ഈശ്വരൻ നമ്മുടെ അടുത്ത് കൊണ്ടുതരും. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എന്താണോ വേണ്ടത് അത് വേണ്ടതാണെങ്കിൽ വേണ്ട സമയത്ത് തീർച്ചയായിട്ടും എത്തും. അത് ഈ പറയുന്ന ആളിൻ്റെ അനുഭവമാണെന്ന് കൂട്ടിക്കൊള്ളൂ. ഇനി എന്താണ് അതിന് മാർഗം, എന്താണ് ഈശ്വരലഹരി എന്നുകൂടി വ്യക്തമാക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഈശ്വരലഹരി എന്നാൽ ഇന്നു കാണുന്ന മതഭ്രാന്ത് അല്ല. ഒരു മതം കൊണ്ടും ഈശ്വരനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. മതം എവിടെ അവസാനിക്കുന്നു അവിടെയാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത് തന്നെ. മതം ഒരു ജീവിതക്രമം മാത്രമാണ്. പല മതങ്ങളും ഇല്ലാത്ത സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളെക്കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കുന്നതും അവരെ കബളിപ്പിക്കുന്നതും കാണുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞു പോകുന്ന ഒരു നിത്യസ്വർഗമോ നിത്യനരകമോ ഇല്ലെന്ന് നിങ്ങൾ അറിയുക. ഈ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഒരുത്തനും അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഉള്ളവരല്ലെന്ന് അറിയുക. ശാസ്ത്രം ഇത്രയധികം വികസിച്ച ഈ കാലത്ത് ഈ പൊട്ടത്തരം പറയുന്നത് വിഡ്ഢിത്തം അല്ലേ? സ്വർഗവും നരകവും ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ സുഖമായിരിക്കുന്നത് സ്വർഗത്തിലാണ്, നമ്മൾ ദുഃഖത്തോടെ ഇരിക്കുന്നത് നരകത്തിലും ആണ്. സുഖാനന്തരം ദുഃഖം, ദുഃഖാനന്തരം സുഖം, അത്ര തന്നെ. സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമാണ് ഈശ്വരലഹരി. അവിടെ സുഖദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ ബാധിക്കുകയില്ല. ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. ജീവിതത്തിൽ എന്തു വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് സുഖമായാലും ദുഃഖമായാലും ഗതം ഗതം സർവം ഉപേക്ഷണീയം. ജീവിതത്തിൽ നിന്ന് പോകുന്നതൊക്കെയും ഒരു കാലത്ത് ഈശ്വരൻ തന്നു, അത് പിന്നെ തിരിച്ച് ഈശ്വരൻ എടുത്തു എന്നു ചിന്തിക്കുകയും ചെയ്താൽ അവിടെ സമബുദ്ധി ആയി. അവിടെയാണ് സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങൾക്ക് അപ്പുറം ഈശ്വരലഹരിയിൽ മനസ്സ് പാകപ്പെടുന്നത്. ഇനി ഈശ്വരലഹരി എന്താണെന്ന് കൂടി വ്യക്തമാക്കാം. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും ഈശ്വരനായി കണ്ട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പെടുന്നതാണ് ഈശ്വരലഹരി എന്ന് ഒറ്റ വാക്കിൽ പറയാം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, ഒന്നിനെയും ഹിംസിക്കാത്ത ഒരു സംസ്കാരമാണ്, ജീവിത രീതിയാണ് ഈശ്വരലഹരി. ഈശാവാസ്യമിതം സർവം എന്ന ഉപനിഷത്ത് വചനമാണ് അതിന് ആധാരം. ഒരു വിഗ്രഹത്തിലോ ഒരു ഫോട്ടോയിലോ ഉള്ളത് മാത്രമല്ല ഈശ്വരൻ എന്ന തിരിച്ചറിവാണ് അത്. അതാണ് വസുദൈവ കുടുംബകം, വേൾഡ് ഈസ് വൺ ഫാമിലി, ലോകം ഒരു കുടുംബം എന്ന ഋഷിമാരുടെ സങ്കല്പം. അങ്ങനെയൊന്ന് നമ്മളിലുണ്ടായാൽ പിന്നെ താൽക്കാലികമായ ഒരു ലഹരിക്ക് പുറകിലും നമ്മൾ പോകില്ല, തീർച്ച. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം.